ദില്ലി സ്ഫോടനത്തിലേക്കാണ് പോകുന്നത്. അമിത്ഷാ സന്ദർശിച്ചു എന്നൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരണസംഖ്യയും ക്രമാതീതമായി ഡൽഹിയിൽ ഉയരുന്നുണ്ട്. ഡൽഹിയിൽ വൻ സ്ഫോടനം. അമിത്ഷാ LNJP ആശുപത്രിയിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എങ്ങനെയാണ് വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ LNJP ആശുപത്രിയിൽ അമിത്ഷാ എത്തിയിരിക്കുന്നു. അവിടെയുള്ള അവിടെ പരിക്കേറ്റ് പ്രവേശിപ്പിച്ച എല്ലാവരെയും അമിത്ഷാ അവിടെ എത്തി കണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കുറച്ച് മുൻപാണ് അമിത്ഷാ ഇക്കാര്യത്തിൽ ഒരു മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തിയത്. അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ്: വൈകുന്നേരം ഉണ്ടായ ഈ ഒരു സ്ഫോടനത്തിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിൽ ഹ്യുണ്ടായി 20 കാറിൽ നിന്നാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ ചില കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്ഫോടന വിവരം ലഭിച്ച 10 മിനിറ്റിനുള്ളിൽ ഡൽഹി ക്രൈംബ്രാഞ്ചിൽ നിന്നും ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുമുള്ള സംഘങ്ങൾ സ്ഥലത്തെത്തുകയുണ്ടായിരുന്നു. FSLനൊപ്പം NST, NIA ടീമുകളും ഇപ്പോൾ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തുള്ള എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഡൽഹി SP-യുമായും സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻചാർജുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. താൻ ഇവരുമായെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാം ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പുകൂടി അമിത്ഷാ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്നുള്ളൊരു കാര്യം കൂടി അമിത്ഷാ പറയുകയുണ്ടായി. അപ്പോൾ തന്നെയാണ് LNJP ആശുപത്രി സന്ദർശിക്കുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലെത്തി അവിടെ പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ഇപ്പോൾ അമിത്ഷാ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളെല്ലാം തിരക്കിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ അമിത്ഷാ ഡൽഹി പോലീസ് കമ്മീഷണർ, അതോടൊപ്പം തന്നെ NIA ഡയറക്ടർ ജനറൽ, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ എന്നിവരുമൊക്കെയായി സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 6:55 6:52 ഇത്തരത്തിൽ 52 ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം, ഒരു സ്ഫോടനം തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം 6:55 ഫയർഫോഴ്സിന് ഇത്തരത്തിലൊരു കോള് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡൽഹിയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചെങ്കോട്ടയ്ക്ക് സമീപത്തായി ഇങ്ങനെ ഒരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കോള് തന്നെയാണ് ഈ ഫയർഫോഴ്സിന് ലഭിക്കുന്നത്. തുടർന്ന് ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു വാഹനം പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സ്ഫോടനം എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തുന്നത്. എന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം വാഹനങ്ങൾക്ക് ഈ ഒരു സ്ഫോടനം ഏൽക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത്. ഏകദേശം തുടക്കത്തിൽ 5ഓളം ഫയർ എഞ്ചിനുകൾ എത്തിയ സ്ഥലത്ത് പിന്നീട് 15ലധികം ഫയർ എഞ്ചിനുകൾ എത്തി തീ പൂർണ്ണമായും അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായിട്ട് പോലും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതോടൊപ്പം തന്നെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ എത്രത്തോളം മനുഷ്യർ അവിടെയും ഇവിടെയൊക്കെയായി പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിലടക്കം സ്ഥിരീകരണം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു സത്യം. എന്തായാലും റിക്ഷയടക്കമുള്ള വാഹനങ്ങൾ, വലിയ രീതിയിൽ റിക്ഷയടക്കമുള്ള ഒരു മേഖല കൂടിയാണ്. റിക്ഷയടക്കമുള്ള വാഹനങ്ങൾ, കാറുകളും വാനുകളും എല്ലാം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തുടർന്ന് വലിയ രീതിയിൽ ആംബുലൻസ് അവിടെ എത്തുകയും 40ഓളം ആംബുലൻസുകളാണ് ഈ പ്രദേശത്ത് എത്തിയത്. മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഏറ്റവും എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകരെ അടക്കം പ്രദേശത്ത് നിന്നും മാറ്റുന്ന, എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടായത്. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക തന്നെയാണ് ചെയ്തത്. പ്രദേശത്തുള്ള ആശുപത്രികളിലേക്കെല്ലാം തന്നെ LNJP ആശുപത്രിയിലടക്കം കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള ശ്രമങ്ങളടക്കം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്നും കൂടുതലധികം മൃതശരീരങ്ങൾ ലഭിച്ചു എന്നുള്ളൊരു കാര്യം ആശുപത്രി അടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് മരണസംഖ്യ ഉയരുന്ന ഒരു കാര്യം ഉണ്ടായത്. എന്തായാലും കൂടുതൽ പേർ മരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് പ്രദേശത്തുള്ളവരിൽ നിന്നും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ NIA, NST ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ
സ്ഥലത്തുണ്ട്. ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ അപകടമുണ്ടായ മെട്രോ സ്റ്റേഷന്റെ 1ഉം 4ഉം ഗേറ്റുകളടക്കം സീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്ഫോടന സ്ഥലമെല്ലാം സീൽ ചെയ്തിരിക്കുകയാണ് പോലീസ്. പ്രദേശത്ത് കൃത്യമായിട്ടുള്ള ഒരു ഗതാഗത നിരോധനം അടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി കമ്മീഷണർ അടക്കമുള്ളവർ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒരു സ്ഫോടനമുണ്ടായി എന്നറിഞ്ഞ് അവിടേക്ക് ഫയർഫോഴ്സ് എത്തുന്നു എന്നുള്ള കാര്യമാണ്. തങ്ങൾക്ക് അത്തരം ഒരു വിവരമാണ് ആദ്യം ലഭിച്ചത്. എന്നാൽ പിന്നീടാണ് ഈ ഒരു ട്രാഫിക്കിലേക്ക് മെല്ലെ വന്ന വാഹനം, ട്രാഫിക് സിഗ്നൽ കണ്ടിട്ട് വന്ന ഒരു വാഹനം വേഗത കുറച്ച് വന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ ഒന്നിലധികം ആളുകൾ, യാത്രക്കാരടക്കം ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അടക്കം സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനം എങ്ങനെ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ, ഈ ഒരു വാഹനം അവിടെ വരാനുണ്ടായ സാഹചര്യമോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല. വലിയ രീതിയിൽ ഭീകരാക്രമണമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും പൊട്ടിത്തെറിച്ചിട്ടുള്ളത് നിരത്തിലേക്ക് വന്ന ഈ ഒരു സിഗ്നൽ കണ്ട് മെല്ലെ പോയ ഒരു വാഹനമാണ് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അവിടെ പ്രദേശത്തുണ്ടായിരുന്ന വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത്. പ്രദേശത്തുണ്ടായിരുന്ന പല വാഹനങ്ങളിലേക്കും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം അടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള അപകടം പറ്റിയ എല്ലാവരെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം, നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് സ്ഫോടനത്തിൻ്റെ ദുർഗന്ധം വലിയ രീതിയിൽ വമിക്കുന്ന ഒരു സാഹചര്യം അടക്കം, അത്രയും വലിയ ഒരു സ്ഫോടനം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെയുള്ള ഒരു ഈ സ്ഫോടനങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയത്ത്, ആക്രമണങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഒരു സ്ഫോടനം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ആളുകളുടെ ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രദേശത്തെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ്. കേരളത്തിലടക്കം ഇക്കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളിലടക്കം പരിശോധന നടത്തണം എന്നുള്ള ഒരു വിവരമടക്കം നൽകിയിട്ടുണ്ട്. പോലീസ് മേധാവികൾക്കെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന വേണമെന്നുള്ള ഒരു കാര്യം നിർദ്ദേശമായി തന്നെ നൽകിയിരിക്കുന്നു. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യക്തമാണ്, ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് വിജിതയാണ്. ഇപ്പോൾ അമിത്ഷാ ആശുപത്രിയിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആശുപത്രിയിലെത്തിയിരിക്കുകയാണ് അമിത്ഷാ. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാനായി ആശുപത്രിയിലെത്തിയിരിക്കുന്നു. LNJP ആശുപത്രിയിൽ എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കൃത്യമായ രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തിയതിനു ശേഷം മറ്റു ക്രമീകരണങ്ങൾ അമിത്ഷാ ചെയ്യുന്നതാണ്.